السلام عليكم ورحمة الله وبركاته. ഇന്നലെ ആഫുദങ്ങൾ ഓതണമെന്ന് അറിയില്ലല്ലോ, ഇവിടെ ആരും കാണാനില്ല. ഇപ്പം ആഫുദങ്ങളൊക്കെ മുങ്ങി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വഅബ്ദുല്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الله لا إله إلا هو الحي القيوم. ഈ ആയത്ത് അള്ളാഹുവിൻ്റെ എല്ലാ രഹസ്യങ്ങളിലേക്കും സൂചനയുള്ള മാരിഫത്തിന്റെ ഉജ്ജ്വലമായ വാതിൽ തുറക്കുന്ന അല്ലാഹ് എന്ന ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നത്. ഈ ഇസ്മിന്റെ അക്ഷരങ്ങൾ തന്നെ അത്ഭുതമാണ്. ലോകത്ത് ഏത് പേരിൽ നിന്നും ഒരക്ഷരം പോയാൽ അർത്ഥം മാറും. ഏത് പേരാണെങ്കിലും ഒരക്ഷരം പോയാൽ അർത്ഥത്തിന് വ്യത്യാസം വരും. അല്ലാഹ് എന്ന ഇസ്മില് ഏത് അക്ഷരം മാറ്റിയാലും പിന്നുള്ളതൊക്കെ അള്ളാഹിന്റെ മേലെ തന്നെ അറിയിക്കാം. ഇത് ഞാൻ കണ്ടുപിടിച്ചല്ല. റൂഹുൽ ബയാൻ എന്ന തഫ്സീറിന്റെ 10-ാം വാള്യത്തിൽ 255-ാം നമ്പർ ആയത്തുൽ കുർസിന്റെ വിശദീകരണത്തിൽ അല്ലാഹ് എന്ന ഇസ്മിന്റെ അവിടെ മഹാനവറുകൾ എഴുതി വെച്ചതാണ്. ഞാൻ വെറുതെ പറയില്ല. അപ്പൊ നോക്കൂ, അല്ലാഹ് അതിൽ അലിഫ് പോയാ പിന്നെ വായിക്കൽ ഇല്ലാന്ന്. ഇല്ലാന്ന് പറഞ്ഞാൽ അല്ലന്നെ ലില്ലാഹി മാഫി സമാവാത്തി മാഫിൽ ഖുർആനല്ലേ. അപ്പൊ അള്ളാഹിന്റെ മേലെ തന്നെ അറിയിക്കാം. ഇനി അതിൽ ലാമ് പോയാലോ പിന്നെ വായിക്കൽ ലഹൂന്ന. അതും ഖുർആനിൽ അള്ളാഹിനെ കുറിച്ച് തന്നെയല്ലേ പറഞ്ഞേ, ലഹൂ മുൽക്കു സമാവാത്തി വൽ അർദ്. പിന്നെ ഇനി ലാമു ആയാലും പിന്നുള്ളത് ഹൂ എന്നുള്ളതാണ്. ഖുൽ ഹൂ, ഹുവാന്ന് പറഞ്ഞ ഹൂ, ഹുവല്ലാഹു വഖഫയ്യുമ്പോ ഹൂ എന്ന് പറയാം. വലിയൊരു അത്ഭുതമാണ്. ഈ ഇസ്മില് ഏത് അക്ഷരങ്ങൾ മാറ്റിയാലും പിന്നെ ബാക്കിയുള്ള അക്ഷരങ്ങളെ കൊണ്ട് പറയുകയാണെങ്കിൽ അത് മുഴുവനും അള്ളാഹുവിന്റെ മേലെ അറിയിക്കുള്ളൂ. അത്താൻ കഴിച്ച് കൂർക്കം വിളിക്കണ ചങ്ങായി ഇജപ്പൊ കോളേജ് പോണ ആള് അങ്ങനെ കോഴിക്കോട് ഉറങ്ങുന്ന ഒരു കോളേജ് ഉണ്ട്, അങ്ങോട്ട് വിടാം. അപ്പൊ ഹൂ അതാണ്. എന്നാലും അത് അള്ളാഹിന്റെ മേലെ അറിയിക്കും. അപ്പൊ ഇതില് ഏത് അക്ഷരങ്ങൾ പോയാലും പിന്നുള്ളതൊക്കെ അള്ളാഹിന്റെ മേലെ അറിയും. അത് ഈ ഇസ്മിന്റെ ഒരു പ്രത്യേകത. അല്ലാഹ് എന്ന ഇസ്മ. ഇലാഹ് എന്നതിൽ അലിഫ്ലാമ ചേരുമ്പോഴാ അല്ലാഹ് എന്നാണ്. അലിഹ എന്നതിൽ നിന്നാണ് അതിന്റെ അടിസ്ഥാനം വന്നത്. അതിന്റെ അർത്ഥം ബേജാറായിട്ട് അഭയം തേടുക എന്നുള്ളത്. എന്റെ പേര് കേൾക്കുമ്പോ തന്നെ ബേജാറായിട്ട് ബേജാറന്നല്ലേ. അള്ളാഹിന്റെ റഹ്മത്ത് ഒരു സെക്കൻഡ് ഒരു സൃഷ്ടിയിൽ നിന്ന് പിൻവലിച്ചാൽ ആ സൃഷ്ടി ഇല്ലാതായി. ലോകം മുഴുവനും പടച്ചോന്റെ റഹ്മത്തിൽ മാത്രമാണ് ഏത് സമയത്ത് നിലനിൽക്കുന്നത്.
നമ്മൾ ആരും അള്ളാന്റെ നിലനിൽപ്പിന് അള്ളാഹ്ക്ക് ആവശ്യമില്ല. ജിബീൽ ഇസ്ലാമിനെ അള്ളാഹു താല വഹി ഏൽപ്പിച്ചത്, മീകായിൽ ഇസ്ലാമിനെ മഴ ഏൽപ്പിച്ചത്, അസ്രായിൽ ഇസ്ലാമിനെ റൂഹിനെ പിടിക്കാൻ ഏൽപ്പിച്ചത് അള്ളാന്റെ സഹായികളായിട്ടല്ല. അള്ളാന്റെ രാജാധികാരത്തിന്റെ പവറാണത്. അല്ല, റൂഹിനെ പിടിക്കാൻ അള്ളാഹ്ക്ക് കഴിയണില്ല, അതുകൊണ്ട് അസ്രായിൽ ഇസ്ലാമിനെ ഏൽപ്പിച്ചു, മീകായിൽ ഇസ്ലാമിനെ മഴ ഏൽപ്പിച്ചു. ഇപ്പൊ അള്ളാഹ് കുറച്ച് വിശ്രമത്തിലാണ്. കാരണം അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഒക്കെ കൂടി ഭാരം താങ്ങാൻ കഴിയില്ല എന്നുകൊണ്ടല്ലേ ഇത്. വലിയ വലിയ രാജാക്കന്മാർ അങ്ങനെയല്ലോ, കൽപ്പന പുറപ്പെടുവിക്കലാണ്. അതിങ്ങോട്ട് എടുക്ക്, അയാൾക്ക് എടുക്കാൻ കഴിയാത്തോണ്ടല്ലോ അത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളെ ആവശ്യമില്ല. നമുക്ക് ഏത് സമയത്തും ഏത് കാര്യത്തിനും ഏത് നിമിഷങ്ങളിലും അള്ളാഹിന് ആവശ്യമാണ്. അതാണ് അബൂഇൽ ഇസ്ലാമി പറഞ്ഞത്, പടച്ചോനെ നിന്റെ കാര്യം എനിക്ക് അത്ഭുതമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത് എനിക്ക് അത്ഭുതേ അല്ല. എന്തുണ്ടെച്ചാൽ എനിക്ക് നീ വേണം. അപ്പൊ കുടുങ്ങിയിട്ട് സ്നേഹിക്കുകയാണത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുള്ളതിൽ എന്താ അത്ഭുതമുള്ളത്? എനിക്ക് ഏത് സെക്കൻഡിലും നിന്നെ ആശ്രയിക്കണം. നീ ഇല്ലാതെ ഞാനില്ല. നിന്റെ നിലനിൽപ്പിലാണ് എന്റെ ജീവിതം. അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുള്ളത് എനിക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹമാണ്. അതില്ല, എനിക്ക് കഴിയില്ല. നേരെ മറിച്ച് എന്റെ അത്ഭുതം അതല്ല, നീ എന്നെ സ്നേഹിക്കുന്നു. എന്നൊക്കെ ഖനിയൻ ഖദീർ, എന്നെയാണെങ്കിൽ എനിക്ക് ആവശ്യമില്ല, എന്നിട്ടും എന്നെ സ്നേഹിക്കുന്നു. അതാണ് എനിക്ക് അത്ഭുതം എന്ന് അബൂഇൽ ഇസ്ലാമി കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ഓരോ സെക്കൻഡിന് അള്ളാന്റെ റഹ്മത്തും നിയമത്തും ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ. ഇപ്പൊ കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്, മസ്തിഷ്കം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ കണ്ണിങ്ങനെ ഇമവെട്ടുന്നുണ്ട്, അറിയാതെ. ഇതൊന്നും നോക്കണം, അപ്പോഴേ കണ്ണിന്റെ പ്രശ്നം അറിയുള്ളൂ. കണ്ണൊക്കെ വല്ല കരടും ചാടിയാൽ സ്വാഭാവികമായിട്ടൊരു വെള്ളം കണ്ട് ചീറ്റും ആ കരടിനെ ഒഴിവാക്കാൻ. ആരാ ഈ വെള്ളം ടാങ്കി കൊണ്ടുവന്ന് നിറച്ചത്? എന്നാ ഞാൻ ആ വെള്ളത്തിന്റെ ടാങ്കി ഇന്ന് വരെ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയാണ്? കുട്ടി പുറത്തേക്ക് വരുമ്പോഴേക്ക് പാല് റെഡിയായി. ആരാ പാല് നിറച്ചത്? വല്യപ്പേ. ഞാൻ അവിടെ വലിയ പാലിന്റെ ടാങ്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും കീറി വെക്കിയാൽ പാല് വരുമോ? രക്തമല്ലേ വരുള്ളൂ. പിന്നെ ഈ പാല് ഇവിടുന്ന് വരുന്നു. യാ അല്ലാ, കുട്ടി കരയുമ്പോഴേക്ക് ഇവിടെ പൊടിഞ്ഞു. ഓരോ സെക്കൻഡിലും നമ്മുടെ നാവിന്റെ തലപ്പത്തൊക്കെ 3000 മുതൽ 7000 എന്ന് ചില ആളുകൾ 3000-ഓളം മുകളുകളുണ്ട്. ചെറിയ ചെറിയ ഈ കുറ്റിങ്ങനെ നിൽക്കണ്ടല്ലോ. ഇതുകൊണ്ടാണ് രുചി അറിയണത് നാവില്. ഇതുകൊണ്ടാണ് രുചി അറിയണത്. നാവുണ്ടായിട്ട് കാര്യമില്ല. ഈ സാധനം പോയാൽ രുചി അറിയില്ല. ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് വരെ നോമ്പറന്നിട്ട് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയാത്ത ആളുകൾ ഈ സദസ്സിലുണ്ട്. അല്ലെങ്കിൽ ഈ സദസ്സിൽ അവരുടെ വീട്ടിലുള്ള ആളുകളുണ്ട്. ഈ സദസ്സിൽ ഭക്ഷണത്തിന്റെ രുചി എന്താന്ന് അവർക്ക് അറിയില്ല. മട്ടൻ നിന്നും ചിക്കൻ നിന്നും കുട്ടൻ നിന്നും ഇതൊക്കെ ചവച്ചരക്കാന്നല്ല രുചി അറിയാത്ത ആളുകൾ നമ്മുടെ പുത്തൻതെരുവിലുണ്ട്. കാരണം എന്താ? നാവുണ്ടായിട്ട് കാര്യമില്ല. നാവും ഒരു ഈ ചെറിയ ചെറിയ ബൾബുമായിട്ട് ഈ കുത്തുണ്ട്. ഇത് പോയാൽ കഴിഞ്ഞു. ഇവിടൊക്കെ ക്യാൻസർ വന്നിട്ട് രുചി അറിയാതെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചെറുപ്പക്കാര് വരെ ഉണ്ട്. ഈ നാവ് കൊണ്ട് അള്ളാഹ്ക്ക് തസ്ബീഹല്ലേ? അള്ളാഹിനെ വിളിക്കണ്ടേ? യാ അല്ലാഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. 17,000 അല്ലെങ്കിൽ 17,000 അല്ലെങ്കിൽ 23,000 അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ വഴി തെറ്റാതെ പാറിപ്പറന്നുകൊണ്ട് പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ദേശാടന പക്ഷികളുണ്ട്. റൂട്ട് മാപ്പിനൊരാളില്ല, ശരിയാക്കി കൊടുക്കാൻ ഒരാളില്ല. ആ പക്ഷികൾ എവിടെയും ഇറങ്ങി ഒരാളോടും വഴി ചോദിക്കാറില്ല. പക്ഷെ ഇന്ന് വരെ ഈ 17,000-ഓ 30,000-ഓ കിലോമീറ്റർ പാറിപ്പറക്കുന്ന ദേശാടന പക്ഷികളിൽ ഒരു പക്ഷിക്കും റൂട്ട് മാപ്പ് തെറ്റിയിട്ടില്ല. അവകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഏതെങ്കിലും പക്ഷികൾ ആരോടെയും റൂട്ട് വെച്ചുകണോ? അത് തെറ്റാതെ കൃത്യമാ സ്ഥലത്തെത്തും. അതന്നെ 15,000 17,000 മുതൽ 30,000 കിലോമീറ്റർ വരെ. പക്ഷികളെ കുറിച്ച് പുസ്തകങ്ങൾ എന്റെ അടുത്തുണ്ട്, വായിച്ചു നോക്കൂ. ഇനി കാണണമെങ്കിൽ പല കടപ്പുറത്തൊക്കെ ഞാൻ പോയി കാണാറുണ്ടാക്കി. അത്ഭുതം എന്താ വെച്ചാൽ ഈ പക്ഷികൾ തിരിച്ചു പോകുമ്പോ ഇവിടെ നിന്നിട്ട് കുട്ടികളുണ്ടാക്കിയിട്ടാ പോവാ. തിരിച്ച് നാട്ടിൽ പോകുമ്പോ മുന്നിൽ പറക്കല് ഇവിടുന്ന് വിരിഞ്ഞുണ്ടായ കുട്ടികളാ. യാ അല്ലാഹ്.
ഇവിടെ വന്നിട്ട് പൊന്നാനി കടപ്പുറത്ത് വന്ന് വിരിഞ്ഞുണ്ടായ കുട്ടികളാണ് ഈ പക്ഷികൾ തിരിച്ചു പോകുമ്പോ മുന്നിൽ പറക്കലേന്ന്. ഈ കുട്ടികൾക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികളില്ല, പോകുമ്പോഴാ കുട്ടികളില്, എന്നിട്ട് മുന്നിൽ പറക്കുന്നു. പക്ഷെ ഒരാളോടും വഴി ചോദിക്കാറില്ല, സ്ഥലത്തെത്തും. യാ അല്ലാഹ്, അത്ഭുതല്ലേ? ഇതൊക്കെ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളില്. കിതാബ് നോക്കണ്ടല്ലോ അള്ളാന്റെ തിരിയാണ്. ഇതൊക്കെ നോക്കിയാ പോരെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്മുടെ നാട്ടിലുള്ള പശു പ്രസവിച്ചാൽ ആ കുട്ടി നേരെ അടുത്തേക്ക് വെക്കാനും പശുവിന്റെ ശരീരത്തിലുള്ള തൊലിമലുള്ള ഉച്ചിഷ്ടങ്ങൾ നാക്കുകൊണ്ട് നക്കിയിട്ട് പശു ഇങ്ങനെ വെടുപ്പാക്കി കുളിപ്പിച്ചു കൊടുക്കും. പക്ഷെ കാട്ടിലെ പശുവിന്റെ കുട്ടി ഓടും, അടക്കൂല. കാരണം കാട്ടിലെ പശു തിന്നുന്നത് നമ്മളെ നാട്ടിലെ പശു തിന്നുന്നതല്ല, കുറച്ച് മൂർച്ചയുള്ള സാധനങ്ങളാണ്. അപ്പൊ അതിന്റെ നാവിന് നല്ല മൂർച്ച ഉണ്ടാവും. അപ്പൊ അത് വൃത്തിയാക്കാൻ വേണ്ടി നാവ് തട്ടിയാൽ ആ തൊലി കീറിപ്പോവും. അതുകൊണ്ട് ആ കുട്ടി അവിടെ നിൽക്കൂല. നിങ്ങളെ വീട്ടില് കോഴിയും താറാവുണ്ടെങ്കിൽ രണ്ടും വിരിഞ്ഞു വരുന്ന സമയത്ത് ഒരു കുളത്തിന്റെ അടുത്ത് വെച്ചാൽ ഈ കോഴി മാറിപ്പോകും. താറാവാണെങ്കിലോ കുളത്തിലേക്ക് ഇറങ്ങും കുട്ടി. കാരണം താറാവിനറിയാം ഈ കുളം എനിക്ക് പറ്റുന്നു. ഇതാര് കൊടുത്ത ബോധമാണ്? ഇതാര് കൊടുത്ത ബോധമാണ്? ലോകത്ത് ഇന്ന് വരെ ഒരാളും കൃത്യമായി പഠിക്കാതെ വീടുണ്ടാക്കിയിട്ടില്ല. ഒന്നുകിൽ കോഴ്സ് പൂർത്തിയാക്കും, അല്ലെങ്കിൽ കണ്ടുപിടിക്കും. എന്നാൽ തേനീച്ച കൂടുകൂട്ടി സുശക്തമായ കോട്ട ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്തതാണ്? ആ തേനീച്ചക്ക് ഒരു ബിരുദം എടുക്കാതെ, ഒരു പഠനമില്ലാതെ നല്ല ഒരു എഞ്ചിനീയർ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ വീട് കൂട്ടാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഷഡ്ഭുജം വരക്കുന്നത്? അത് തെറ്റാറില്ലല്ലോ. നമ്മൾ വരച്ചാ തെറ്റാറുണ്ട്, തേനീച്ചന്റെ തെറ്റാറില്ല. ഇതിന്റെ പിറകിലാരാ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. തിരൂരോ കോഴിക്കോടോ പോയാൽ വരേണ്ട ട്രെയിന് 2 മണിക്കാണ്, പക്ഷേ വന്നത് 2:30 മണിക്കാണ്. പിന്നെ വരേണ്ടത് പരശുരാമാണ്, അത് വരേണ്ടത് 2:40-നാണ്, പക്ഷേ വന്നത് 3:25-നാണ്. ഏത് ട്രെയിനും കൃത്യമായ സമയത്ത് വരിക എന്നത് അത്ഭുതമാണ്, ഉണ്ടാകാറില്ല. ഞാൻ എല്ലാ ദിവസവും എന്ന പോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണ് റമദാനേതര മാസങ്ങളിൽ. പക്ഷെ ഇന്ന് വരെ പറഞ്ഞ ട്രെയിന് കൃത്യമായി വന്നത് എന്റെ ഓർമ്മയിലില്ല. എന്നാൽ ഇത് നിയന്ത്രിക്കാൻ എത്ര ആളുകളുണ്ട്? പക്ഷേ ഈ സൂര്യൻ കറങ്ങാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി, ഇന്ന് വരെ ലേറ്റ് ആയിട്ടില്ല, ഇന്ന് വരെ ഡിലേ ആയിട്ടില്ല. എങ്കിൽ ഈ സൂര്യഗോളത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. റബ്ബല്ലേ, നമ്മള് സാധാരണ പറയലുണ്ട്, ഓനെന്ത് പേടിയാ, ഇന്ന ആളായിട്ട് വന്നുള്ള ആളാണ്, പ്രധാനമന്ത്രിന്റെ വന്നുള്ള ആളാണ്, യൂസുഫ് അലിനായിട്ട് വന്നുള്ള ആളാണ്, മൂപ്പർക്കൊരു പേടില്ലാന്ന് പറയേണ്ട. അങ്ങനെയല്ല, ഓൻ അള്ളാന്റെ ആളാണ്, ഓനെന്ത് പേടിയാന്ന് പറയുന്നത്. കാരണം ഇവരൊക്കെ അള്ളാന്റെ സൃഷ്ടികളല്ലേ. അതല്ല മഹാന്മാരുടെ പവർ. അവർക്ക് ഏത് സാഹചര്യത്തിൽ അവർക്ക് പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. നമ്മൾ കാട്ട് കയറിയ കാണുന്നത് സിംഹത്തിനും പുലിനെയാണ്, അതുകൊണ്ട് നമുക്ക് ബേജാറാ. മഹാന്മാരെ കാണുന്നത് ആ സിംഹത്തിനും പുലിനെ സൃഷ്ടിച്ച അള്ളാനെയാണ്, അതുകൊണ്ട് അവർക്ക് ബേജാറുണ്ടല്ലോ. അതുകൊണ്ടാണ് മുൽഖത്താബിനെ ഉറങ്ങാൻ പറയണത്ത് ഒരു ആള് വന്നു. അപ്പൊ മുൽഖത്താബ് അങ്ങനെ ഉറങ്ങണുണ്ട്. ഇതിപ്പോ നല്ല രീതിയിൽ കൊല്ലാൻ പറ്റുന്ന സമയമാണ്. അയാള് വാളൂരി. അപ്പോഴേക്ക് ഭൂമിന്റെ 2 ഭാഗത്തും എന്തോ 2-3 ജീവികൾ എന്നിട്ട് ആൾക്ക് നേർക്കാണ് ചാടി ആള് ഓടി. ഇത് എവിടുന്നാ വന്നത്, എവിടുക്കാ പോയിന്ന് ആർക്കും അറിയില്ല. കാരണം നമ്മൾ ഖത്താബിന്റെ കൽബിൽ ഇതുണ്ട്, രക്ഷപ്പെടുത്താൻ അല്ലുണ്ട്. ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ ഒരു മരത്തിന്റെ തണലിൽ കിടക്കാണ്, വാള് ശിഖരത്തിൽ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു ശത്രു ഇതിങ്ങനെ കണ്ടപ്പോ ഇതെന്നെ കൊല്ലാൻ പറ്റുന്ന സമയം. എന്നാലും അന്നത്തെ മക്ക കുഫാറുകൾ ചതിച്ചു കൊല്ലൂല. അത് ഇന്നത്തെ ആൾക്കാർ ഇസ്രായേലിൽ തേറ്റെടുത്താണ്, ചതിച്ചു കൊല്ല. മസ്ലഹത്ത് നടക്കുന്ന സമയത്ത് വരിയിൽ പെണ്ണിന്റെ കുട്ടിന്റെ കൂടെ നിൽക്കുമ്പോ ചതിച്ചിട്ട് കൊല്ല. അതാണ് മക്കാര് ചതിച്ചു കൊല്ലാറില്ല. അല്ലെങ്കിൽ ഉറങ്ങണ ആളെ വെട്ടിയില്ല, ഉണർത്തി. കാരണം ഉറങ്ങണോനെ കൊന്നു എന്നത് വേണ്ടാന്ന് ചോദിച്ചു. ഒരു ഉറങ്ങണോനെ കൊല്ലാറില്ല, വെട്ടിയിട്ടാണ്, ഉണർത്തിയിട്ടാണ് വാളും കൊണ്ട് ഊരി വെച്ചു. മുഹമ്മദേ, കുറെ കാലമല്ല അല്ലാന്ന് പറഞ്ഞു കിടക്കണേ. ഇതാ ഞാൻ വെട്ടാൻ പോവാണ്. ആരാപ്പ എന്നെ രക്ഷപ്പെടുത്താനുള്ള, എവിടെ പോയി എന്റെ അള്ളാന്ന് പറഞ്ഞു.
ഏതാണ് ആ സമയം എന്ന് മനസ്സിൽ കണ്ടോക്കാൻ. വാളിങ്ങനെ ഉയർത്തിട്ട് കഴുത്തിന് നേരെ നീട്ടിയിട്ട് വെട്ടുന്ന സമയത്ത് ശത്രു ഹബീബ നബിയോട് മൈ അംനഉക മിന്നി, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാ, മൈ അംനഉക മിന്നി യാ മുഹമ്മദ്. ധാരാപ്പ തടുക്കാനെന്ന് വെച്ച് ഹബീബ നബി ഉടനെ പറഞ്ഞു അല്ലാഹ്. പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ആ ഒരു 1.5 ലിറ്റർ മുമ്പ് കൂടി 3.25 ലിറ്റർ ബാക്ക് കൂടി അതന്നെ വാളും വീണു ഒക്കായി. എന്തെവിടെ നടന്നത്? എന്നെ രക്ഷപ്പെടുത്ത അള്ളണ്ട് എന്ന് പറഞ്ഞതാ, വേറെ ഒന്നും നടന്നിട്ടില്ലല്ലോ. അയാളിങ്ങനെ വിറക്കണം, തുണിങ്കുപ്പൊക്കെ അരപ്പാൻ ചെയ്തിരിക്കണം. എന്താ അവിടെ നടന്നത്? അള്ളാന്നുള്ള ഇസ്മാണ്ട് പറഞ്ഞു, വേറെ എന്താണെന്ന് വിറച്ചയാള്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസരമല്ല നീ ആ വാള് തങ്ങളെടുത്തു. അല്ല, നിന്നെപ്പോ എന്നിൽ നിന്ന് രക്ഷപ്പെടുത്ത ആരാന്ന് വെച്ചേ. അപ്പൊ അയാൾ പറഞ്ഞ അത് നിങ്ങൾ തന്നെ ഉള്ളു, വേറെ ആരുമില്ല, അത് വേറെ ആരുമില്ല, നിങ്ങൾ തന്നെ ഉള്ളു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് എടുത്തു. എന്നാ പിന്നെ അള്ളാഹിനെ വിശ്വസിക്കുന്നു, അത് ഞാൻ ചെയ്യില്ല. അപ്പൊ അയാളെ വഴിക്ക് വിട്ടു മുഹമ്മദ് റസൂലുള്ളാഹി. അയാളെ നാട്ടിൽ പോയിട്ട് പറഞ്ഞു, ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യന്റെ ഇരുന്നാ വരുന്നത്. അല്ലാഹു എന്നുള്ള ഇസ്മിന്റെ പ്രത്യേകതയാണ്. അത് പറയേണ്ടവർ പറയേണ്ടപ്പോ പറഞ്ഞാൽ നടക്കേണ്ടതൊക്കെ നടക്കും. മഹദി ഇമാം വന്നാൽ മഹദി ഇമാമിന്റെ ആയുധം സ്കെഡല്ല, രാസായുധമല്ല, വാളല്ല, കുന്തല്ല, മുനല്ല, ബോംബുകളല്ല, മിസൈലല്ല. മഹദി ഇമാമിന്റെ ആയുധം അല്ലാഹ്. അതാണ് ഈ ഇസ്മിനെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ കറക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ധനം ഏതാണ്? അത് അല്ലാഹ്. നമ്മുടെ കൽബിലങ്ങോട്ട് തർക്കം. അല്ലാഹ് എന്നുള്ളതിലുള്ള അക്ഷരങ്ങൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിലുള്ളൂ. അത്ഭുതല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൽ 12 അക്ഷരമുണ്ട്. ഇത് അല്ലാഹ് എന്നുള്ള ആ ഇസ്മിലെ അക്ഷരം തന്നെ ഉള്ളൂ. വേറൊരക്ഷരം ലാ ഇലാഹ ഇല്ലല്ലാഹിലുണ്ട്. ഇങ്ങോട്ട് കാണിച്ചാൽ നിങ്ങൾ ഉണ്ടോ? അലിഫ് ലാമ് ഹാ, ഈ അക്ഷരല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ളൂ. 12 മടങ്ങി വന്നല്ലേ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടിലൊരക്ഷരം അലിഫ് ലാമ് ഹാ. ഈ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇത് മഹ്റജ് പഠിപ്പിക്കുന്ന ഉസ്താദ്മാർക്ക് അറിയാം. ഇതിലൊരൊറ്റ അക്ഷരം ശഫവിയല്ല, ഉള്ളിന്ന് വരുന്ന ജൗഫിയ. കാരണം എന്താ? ഇത് കൽബിന്റെ ഉള്ളിൽ തർപ്പിച്ചു വെക്കേണ്ട സാധനമാണ്. അതാണ് ഒരു ഹദീസിൽ കാണാം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ മിൻ ഖൽബിഹി ദഖലൽ ജന്ന. ആരെങ്കിലും ദൃഢരൂഢമൂലമായ നിലപാടോടുകൂടി മനസ്സിൽ അത് ഉറപ്പിച്ചിട്ട് നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ അവന് സ്വർഗത്തിലാണ് നബിയുനാ റസൂലുള്ളാഹി. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് 3 ദിവസമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത വാങ്ങളിലേക്ക് കടക്കാം. ഇത് കൽബക്ക് കണ്ട് കേറി കിട്ടണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇത് അള്ളാഹു നമ്മുടെ കൽബിന്റെ ഉള്ളിലേക്ക് കയറ്റി തട്ടെ. ഇത് കേറിയാ ഇത് വേറെ എന്താണെങ്കിലും അതൊന്നും ആത്യന്തിക സ്നേഹമല്ല, ഒന്നുമല്ല. അള്ളാഹിന്റെ റസൂലിനെ അത്യധികം സ്നേഹിക്കണം. ആത്യന്തിക സ്നേഹം അള്ളാഹുവാണ്. പിന്നെ ഹബീബ നബി ഏറ്റെടുത്തില്ലെങ്കിൽ അള്ള കൈയൊഴിക്കും. കാരണം ഹബീബ നബി അള്ളാന്റെ ആളാണ്. ഇനി ഹബീബ നബി അങ്ങേറ്റം സ്നേഹിച്ചു എന്ന് കരുതിയിട്ട് തൗഹീദിനൊരു പോറലുണ്ടാവില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ മുത്തുനബി ഏറ്റവും സ്നേഹിച്ച ആള് അബൂബക്കർ സിദ്ദീഖാണ്. അതിന്റെ അപ്പുറം സ്നേഹിച്ച ഏതെങ്കിലും ആളുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ മുത്തുനബിയെ സ്വന്തം ശരീരം മറന്നുകൊണ്ട് സ്നേഹിച്ച ആളുടെ പേരാണ് അബൂബക്കർ സിദ്ദീഖ്. എത്രത്തോളം എന്ന് വെച്ചാല് ഈ യാത്രക്കടയില്, ഹിജറയുടെ യാത്രക്കടയിൽ 2 പേർക്കും ദാഹിച്ച രംഗുണ്ട്. ഉമ്മുമാബദിന്റെ അവിടുന്നൊക്കെ പാല് കിട്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് യാത്രയല്ലേ, 450 കിലോമീറ്റർ യാത്രയല്ലേ, പിന്നെയും ദാഹിച്ചു. 2 പേർക്കും ദാഹിച്ചു. ഒറ്റ ഗ്ലാസ് പാലും കിട്ടി. ആ സ്നേഹത്തിന്റെ ആഴം നോക്കിങ്ങള്. ഒറ്റ ഗ്ലാസ് പാലും കിട്ടി, 2 ആൾക്ക് ദാഹം. മുത്തുനബിനോട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഹബീബ നബിയെ ഞങ്ങൾ കുടിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ദാഹിക്കണമെങ്കിൽ ഞങ്ങൾ കുടിക്കുന്ന, നിങ്ങൾ കുടിച്ചാൽ എന്റെ ദാഹം മാറും. നിങ്ങളെ കുടിച്ചാൽ എന്റെ ദാഹം മാറും.
ഹബീബാ നബി ആ പാല് വാങ്ങി കുടിച്ചു. സിദ്ദീഖിനരുടെ ദാഹം മാറി. അപ്പൊ എന്താണ് ആ സ്നേഹം? അത്ര സ്നേഹിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഈ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി വഫാത്തായപ്പോ എല്ലാരും നിയന്ത്രണം വിട്ട്. പക്ഷെ അവരെ നിയന്ത്രണം വിട്ടില്ല. അവര് തൗഹീദിന്റെ ഉജ്ജ്വലമായ ഒരു വർത്താനം പറഞ്ഞു. മൻ യഅബുദ് മുഹമ്മദൻ ഫമുഹമ്മദുൻ ഖദ് മാത് വമൻ യഅബുദുല്ലാഹ് അല്ലാഹു ഹയ്യുൻ ലാ യമൂത്. അടങ്ങി നിൽക്കവിടെ. ആരെങ്കിലും മുഹമ്മദ് നബി ആരാധിച്ചിങ്ങനെ ഇതാ വഫാത്തായിട്ടുണ്ട്. അള്ളാനെ ആരാധിച്ചോരെ അള്ള മരിക്കൂല. ആ സമയത്ത് പറയണമെങ്കിൽ അവരെ കൽബിൽ എരച്ചു കയറിയ ഈമാന്റെ ശക്തി എത്രയാണ്. ഇത് ആരാള് തന്റെ തടി മറന്നുകൊണ്ട് ഈ കിടക്കുന്ന ആളെ നെഞ്ചിലേറ്റിയ ആളാണ് ഈ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ അത്യധികം സ്നേഹിച്ചു എന്ന് എഴുതിയിട്ട് തൗഹീദിന് പോറലുണ്ടാവില്ല. അത് ഉറച്ച നിലപാടിലാവും. കാരണം മുത്തനബി അള്ളാന്റെ ആളാണ്. അള്ളാഹിലേക്ക് എത്തണമെങ്കിൽ മുഹമ്മദ് മുസ്തഫാന്റെ ആളായി മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. അർഹമർറഹീമീന അല്ലാഹുവേ, പറഞ്ഞും കേട്ടും നീ കബൂലാക്കണേ അല്ലാ. തെറ്റുകൾ വീഴ്ചകൾ പൊറുക്കണേ അല്ലാ. അയ്ബുകൾ മറക്കണേ അല്ലാ. ദോഷങ്ങൾ മാപ്പാക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. കടങ്ങൾ വീട്ടണേ അല്ലാ. ആയുസ് അധികരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, നാണക്കേട് മാനക്കേടിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ഇബാദത്തിൽ ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇബാദത്തിന് രസം നൽകണേ അല്ലാ. നാഫിയ ഇൽമ നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه يا رب العالمين. واغفر لنا ولوالدينا ولمن دفنوا حوالينا ولجميع المؤمنين. اللهم أعز الإسلام والمسلمين وأذل الكفرة واليهود والنصارى الظالمين ظالمي مسلمين يا رب العالمين الذين ظلموا إخواننا في جميع البلاد خاصة في الخليج يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله. أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. السلام عليكم.